പാലക്കാട് ചാരായവാറ്റും വിൽപ്പനയും പോലീസിനെ അറിയിച്ചു എന്നാരോപിച്ച് വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. മാത്യു തോമസ് എന്നയാൾക്കാണ് വെട്ടേറ്റത്. ഷോളയൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഗൂഗിൾ VS വിവരങ്ങളാണ്. ഗൂഗിൾ, ഇത് ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരു മോശം പ്രവൃത്തി നടന്നാൽ അതിന് പോലീസിനെ അറിയിച്ചാൽ ഉടനെ ഈ പരാതിപ്പെട്ടയാൾ വെട്ടും കുത്തും ഏൽക്കേണ്ട സാഹചര്യമാണ്. ഇതിപ്പോൾ ഇന്ന് തന്നെ രണ്ടാമത്തെ സംഭവമാണ്. നേരത്തെ കാസർഗോഡായിരുന്നു ലഹരി മാഫിയ സംഘം ഒരു വീട്ടിൽ കയറി ആക്രമണം നടത്തിയത്. ഇപ്പോൾ ഷോളയൂരിൽ ഇതെന്ത് സംഭവിച്ചു, എന്താണ് പോലീസ് പറയുന്നത്? അതായത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ ഊത്തുക്കുഴി സ്വദേശി ജോബിയാണ് ഇത്തരത്തിൽ വെട്ടിയതെന്നാണ് പറയുന്നത്. മാത്യു തോമസ് ഈ അടുത്തുള്ള പ്രദേശത്ത് ജോബി ചാരായം വാറ്റുന്ന വിവരം എക്സൈസിന് വിവരം നൽകി. അതിലുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു അക്രമത്തിലേക്ക് കലാശിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്യു തോമസിൻ്റെ മുഖത്താണ് വെട്ടേറ്റത്. 8 സ്റ്റിച്ചുകളോളം മുഖത്ത് വരുന്നൊരു സ്ഥിതി വന്നു. ഇയാൾ വീട്ടിലേക്ക് വരികയും അതിക്രമിച്ച് കയറുകയും കയ്യിൽ കരുതുന്ന കത്തി ഉപയോഗിച്ച് മുഖത്ത് വെട്ടുകയുമാണ് ഉണ്ടായത്. ജീവിക്കാൻ അത് ഏറ്റവും എടുത്ത് കാണേണ്ട ഒരു സ്ഥലം, ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേടാ എന്ന് പറഞ്ഞാണ് വെട്ടിയത്. അതായത് ഈ ചാരായം വാറ്റുന്നവരം പോലീസിനെ അറിയിച്ചു എന്നുള്ള സംശയത്തെ തുടർന്നാണ് അതിൽ ഇയാൾ പറയുന്നത്, നീ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേടാ എന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ വെട്ടിയത്. അത്തരത്തിലൊരു ലഹരി സംഘങ്ങളുടെ ഇത്തരത്തിലുള്ള ആക്രമണം പെരുകി വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. അതായത് ചാരായം വാറ്റിയ വിവരം അത് എക്സൈസിനെ അറിയിച്ചു എന്നുള്ള സംശയത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഏതായാലും മാത്യുവിൻ്റെ മുഖത്താണ് പരിക്കേറ്റുള്ളത്. 8 സ്റ്റിച്ചുകളോളം ഉണ്ട്. ഇയാളിപ്പോൾ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സയിലാണ്.